ഏറെ വിവാദമായ പാലത്തായി കേസ് നമുക്കറിയാം. ആ കേസ് ശിക്ഷിക്കപ്പെട്ട പ്രതി പത്മരാജൻ ഇന്ന് പുറത്തിറങ്ങുകയാണ്. അതെ, ഈ പെൺകുട്ടിയുടെ മൊഴികളിൽ ഉണ്ടായ ഒരു വൈരുദ്ധ്യമാണ് ഇത്തരത്തിൽ പത്മരാജന് ജാമ്യം ലഭിക്കാനുള്ളൊരു കാരണമായി ചൂണ്ടിക്കാട്ടാൻ നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് രാജേഷാണ് ചേരുന്നത്. അഡ്വക്കേറ്റ് രാജേഷ്, ഈ പറഞ്ഞതുപോലെ എന്തായാലും ജാമ്യം ലഭിച്ചിരിക്കുന്നു. പെൺകുട്ടിയുടെ മൊഴികൾ ഒരുപാട് വൈരുദ്ധ്യമുണ്ട് എന്ന് അധ്യാപകൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ കോടതി പരിഗണിച്ചിരിക്കുന്നതും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? അപ്പീലിൽ ഉള്ള ജാമ്യമാണ്. അപ്പീൽ പരിഗണിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗീതാനന്ദനൊക്കെ കോടതി അപ്പീൽ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് ജാമ്യം നൽകിയതുപോലെ ഇത്രയും പ്രമാദമായ ഈ കേസിൽ അപ്പീൽ പരിഗണിച്ചപ്പോൾ തന്നെ കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ വിചാരണ കോടതിയുടെ ഉത്തരവിൽ അപാകതയുണ്ട്. തെളിവുകൾ പരിശോധിച്ചിരിക്കുന്നത് ശരിയല്ല. ഈ കുട്ടിയുടെ മൊഴി തന്നെ പലപ്പോഴും പരസ്പര വിരുദ്ധമാണ്. ഇത്രയും ഒരു വലിയ കേസ്, അതായത് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഒരു കേസാണ്. അപ്പൊ ആ കേസിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഈ മൊഴി വിലയിരുത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് കോടതിയുടെ നിഗമനം. അങ്ങനെ പ്രാഥമികമായി തന്നെ നോക്കുമ്പോൾ ഈ കേസ് അപാകതയുണ്ട് എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് അത്തരം കേസുകൾക്കാണ് ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയൊക്കെ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് അപ്പീൽ ജാമ്യം നൽകുക. ഇപ്പോഴും അത് തന്നെയാണ്. താൽക്കാലികമായിട്ട് ശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് അപ്പീൽ ജാമ്യം നൽകിയിരിക്കുകയാണ്. അതിലെ നിരീക്ഷണങ്ങളാണ് ഈ കാര്യത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്, മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സ്കൂളിന്റെ ആ ഭാഗം, അതായത് ശുചിമുറിയുടെ അങ്ങോട്ട് പോകുമ്പോൾ പലതവണ പീഡിപ്പിച്ചു എന്നാണ് കുട്ടിയുടെ മൊഴി. പലതവണ ഇതിന് സംഭവിക്കാൻ സാധ്യതയില്ല അതിന്റെ സാഹചര്യം. കാരണം എപ്പോഴും കുട്ടികൾ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ആ കാര്യമൊന്നും വിചാരണ കോടതി വ്യക്തമായിട്ട് വിലയിരുത്തിയിട്ടില്ല. ഈ മൊഴികളിലുള്ള വൈരുദ്ധ്യം, അതിൽ സംഭവിക്കാനുള്ള പോസിബിലിറ്റി, സാധ്യത, ഇതൊന്നും വിലയിരുത്താതെയാണ് ഇത്രയും വലിയൊരു ശിക്ഷ ലഭിച്ചത്. ഇതിൽ പ്രധാനമായി പറയേണ്ടത് ഈ ഇപ്പോഴത്തെ DGP ആയ S. ശ്രീജിത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ പോലുള്ളൊരു വീഡിയോ വരെ പുറത്തിറങ്ങിയിരുന്നു. ഇത് വെറുതെ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ ശിക്ഷിച്ചതുപോലെയാണ് തോന്നിയത് എന്നുള്ള രീതിയിൽ ഇതിലെ തെളിവുകളുടെ അഭാവങ്ങളെല്ലാം നിരത്തി അദ്ദേഹം ഒരു വീഡിയോ തന്നെ നേരത്തെ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കോടതിയുടെ വിലയിരുത്തലും അതിന് സമാനമായി വരികയാണ്. കോടതി ഈ കാര്യത്തിൽ പ്രഥമ ദിശ തന്നെ ഈ ഉത്തരവിലുള്ള അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ട് പത്മരാജന് ജാമ്യം നൽകിയത്. ശരി രാജേഷ്, എന്തായാലും പാലത്തായി കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി പത്മരാജന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെ ഇന്നിപ്പോൾ പുറത്തിറങ്ങും എന്നുള്ള വാർത്തകളാണ് വരുന്നത്.